ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തെ മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ന പോയിന്റാണ്. അതായത് 4 ലവ്സാണ് അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അവർക്കുള്ള 4 സ്നേഹബന്ധങ്ങൾ അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ലവ് ടവേർഡ്സ് നേച്ചർ. പ്രകൃതിയോടുള്ള അവരുടെ സ്നേഹമാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് വളരെയധികം കാര്യങ്ങൾ പ്രകൃതിയിൽ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഭക്ഷണം കഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റെല്ലാം എവിടെയെങ്കിലും കൊണ്ടുപോയി പുറന്തള്ളുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളത് വലിച്ചെറിയുന്നത്. പക്ഷെ അത് പലപ്പോഴും പ്രകൃതിക്ക് ഗുണത്തിന് പകരം ദോഷമാണ് ചെയ്യുന്നത്. പക്ഷേ ഇവർ എപ്പോഴും പ്രകൃതി സ്നേഹികളായിരുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ഗാന്ധിജിയുടെ എക്സാമ്പിൾ തന്നെ എടുക്കാം. അദ്ദേഹം താമസിച്ചിരുന്നത് സബർമതി എന്ന നദിയുടെ തീരത്തായിരുന്നു. അവിടെ പ്രകൃതിയോട് ഇണങ്ങിയ രീതിയിലുള്ള ആ ഒരു ആശ്രമം പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. പിന്നീട് വരുന്ന രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് മനുഷ്യരോടുണ്ടായിരുന്ന സ്നേഹമായിരുന്നു. അവർക്ക് മനുഷ്യരോട് വളരെയധികം സ്നേഹമുള്ള മനുഷ്യരായിരുന്നു. ഗാന്ധിജിയുടെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരിക്കൽ അദ്ദേഹം വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ സ്ത്രീയുടെ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവരുടെ വസ്ത്രം നഷ്ടപ്പെടുന്നുണ്ടാകുന്നു. ഉടനെ തന്നെ തൻ്റെ മേൽമുണ്ടൂരി അത് സ്ത്രീക്ക് ആ പുഴയിലൂടെ അദ്ദേഹം ഒഴുക്കി കൊടുക്കുകയും അങ്ങനെ ആ സ്ത്രീയെ അതിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം തൻ്റെ മേൽമുണ്ട് മാറുകയും, എന്നാണോ ഇന്ത്യയിൽ എല്ലാവർക്കും ഉണ്ടാവുന്നത് അന്നാണ് ഞാൻ വസ്ത്രം ധരിക്കൂ എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. പിന്നീട് വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവർക്ക് അവരോട് തന്നെ ഉള്ള ഒരു സ്നേഹമാണ്. നമുക്ക് നമ്മളോട് തന്നെ പലപ്പോഴും അവരെപ്പോഴും വെജിറ്റേറിയൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും കൂടുതൽ കഴിക്കുന്നത്. നമ്മൾ പലപ്പോഴും വെജിറ്റേറിയൻ അല്ല, നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നു. എന്നിട്ട് നമ്മൾ കുറേ മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കുന്നു. പക്ഷേ അവർക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? തങ്ങളോട് തന്നെയുള്ള ഒരു സ്നേഹം കൊണ്ടാണ്. അവർ റെഗുലറായിട്ട് ധ്യാനം ചെയ്യുന്നു, അല്ലെങ്കിൽ രാത്രിയിൽ കിടന്നുറങ്ങുവാനായിട്ട് സമയം സെറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ ചെയ്യും. പിന്നെ നാലാമതായിട്ട് വരുന്നത് ഈശ്വര സ്നേഹം. അവർക്ക് എപ്പോഴും ഈശ്വരനിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നു, ഒരു ഈശ്വര സ്നേഹം. ഒരു ഈശ്വരൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കുകയും അതിനോട് കൂടുതൽ ആത്മാർത്ഥത പുലർത്താനും അവർക്ക് സാധിക്കുകയും ചെയ്തു. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമുക്ക് മഹാന്മാരിലായി ഉണ്ടാകാനായിട്ട് ഉള്ളതായിട്ട് 4 സ്നേഹബന്ധങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് വരുന്നത് അവർക്ക് പ്രകൃതിയോടുള്ള സ്നേഹം. രണ്ടാമതായിട്ട് വരുന്നത് അവർക്ക് മനുഷ്യരോടുള്ള സ്നേഹം. മൂന്നാമത് അവരവരോട് തന്നെയുള്ള സ്നേഹം. നാലാമതായിട്ട് വരുന്നത് ഈശ്വരനോടുള്ള സ്നേഹം. നമുക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. സോ താങ്ക് യു.